ഹലോ, ഈ കാണുന്ന ട്രീറ്റ്മെൻറ്റിന് പറയുന്ന പേര് കപ്പിംഗ് തെറാപ്പി എന്നാണ്. ഇതൊരു ബ്ലഡ് ലെറ്റിംഗ് ചികിത്സയാണ്. ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ രക്തം റിമൂവ് ചെയ്യുന്നത്? ആയുർവേദ പ്രകാരം പലതരത്തിൽ രക്തദുഷ്ടി കൊണ്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങളിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ കപ്പിംഗ് തെറാപ്പിക്ക് ആയുർവേദത്തിലെ ശൃംഗ അവചരണം എന്ന് പറയും. ശൃംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കൊമ്പ് എന്നാണ്. ഈ പണ്ട് കാലത്ത് ഈ കാളയുടെയൊക്കെ കൊമ്പ് ഉള്ളിൽ പൊള്ളയാണല്ലോ. എന്നിട്ട് ശരീരത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ഈ കൊമ്പ് വെച്ചിട്ട് നമ്മൾ സക്ക് ചെയ്ത് വലിച്ചെടുക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ രക്തം അങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന പമ്പുകളുണ്ട്. വാക്വം പമ്പ് വെച്ചിട്ട് ഈ കപ്പിംഗ് തെറാപ്പി ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലെ ശൃംഗത്തെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇന്നത്തെ കപ്പിംഗ് തെറാപ്പി ഉണ്ടായിട്ടുള്ളത്. സോ ശൃംഗം എന്ന് പറയുന്നത് ഈ കപ്പിംഗ് എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ശൃംഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മോഡിഫൈഡ് ശൃംഗം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ മസിലിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ പറ്റും. വളരെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻസിൽ, അതുപോലെ മസിൽ ടൈറ്റ്നെസ്സിൽ, അതുപോലെ മസിലിൻ്റെ നോട്ട്സ് വീഴുന്നതിൽ, അതായത് ട്രിഗർ പോയിന്റ് എന്നൊക്കെ പറയും, അങ്ങനത്തേക്കുള്ള കണ്ടീഷനുകളിലൊക്കെ ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. എസ്പെഷ്യലി ഫേഷ്യൽ റെസ്ട്രിക്ഷൻസിലൊക്കെ, അതായത് നമ്മുടെ ശരീരത്തിലെ മസിലുകൾ അധികം അങ്ങോട്ട് അനങ്ങാതാവാതെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് വളരെ അസെപ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ചെയ്യുക. ഒരു BMS ഗ്രാജുവേറ്റ് ഇത് ചെയ്യുമ്പോൾ അവർക്കിത് അസെപ്റ്റിക് ആയിട്ട്, അതായത് അണുവിമുക്തമായ രീതിയിൽ ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ അണുവിമുക്തമായ രീതിയിൽ ചെയ്യാനും ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇത് മിക്ക സ്ഥലങ്ങളിലും ചെയ്യുന്നത്. സോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു BMS ഡോക്ടറെ അടുത്തുനിന്നും വേണം ഇത്തരം ശൃംഗമായിട്ടുള്ള ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാൻ.